വിശേഷങ്ങൾ തേടി നടക്കുകയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ നമ്മുടെ മധു കൊട്ടാരക്കര. ഇപ്പോൾ ടൈംസ് സ്ക്വയറിന്റെ വേറൊരു സ്ഥലത്ത് നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്താണ് അവിടെ ആവേശത്തിന്റെ തിരമാലകൾ ഇങ്ങനെ ഉയർന്ന് അടിക്കുകയാണോ? വേലിയേറ്റമാണോ? വേലിയേറ്റം വേലിയേറ്റം തന്നെയാണ്. കോരിച്ചൊരിയുന്ന മഴയുമുണ്ട് ഒരു വശത്ത്. പക്ഷേ ഈ ടൈംസ് സ്ക്വയർ അക്ഷരാർത്ഥത്തിൽ അർജന്റീന ആരാധകർ കൈയടക്കിയിരിക്കുകയാണ്. മെസ്സിക്ക് വീണ്ടും ചരിത്രം കുറിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില് ഇന്ന് രാത്രി മുഴുവനും ആഘോഷങ്ങളായിരിക്കും. ഇവിടെ സ്പെയിന്റെ ആൾക്കാർ വളരെ കുറവ് മാത്രമാണ് ഉള്ളത്. ഏതാണ്ട് 80,000-ഓളം ആൾക്കാരാണ് നാളെ ലോകകപ്പ് ഫൈനൽ കാണുവാൻ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ എത്തുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതുപോലെ സ്പെയിന്റെ പ്രധാനമന്ത്രിയും ഒക്കെ ഇത് കാണുവാൻ എത്തുന്നുണ്ട്. ഒന്നാം സമ്മാനം ഏതാണ്ട് $50 മില്യൺ ലഭിക്കുക. മെസ്സിയും അതുപോലെ അർജന്റീന ടീമും ഒക്കെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിനടുത്തുള്ള മോറിസ് ടൗണിലുള്ള ഒരു ഹോട്ടലിലാണ്. സ്പെയിന്റെ ടീം മോൺക്ലെയറിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ, IM വിജയൻ ഉൾപ്പെടെ, സ്റ്റീഫൻ ദേവസി ഉൾപ്പെടെ, ഫഹദ് ഫാസിൽ ഉൾപ്പെടെ നിരവധി ആൾക്കാർ നാളത്തെ ഈ ഫൈനൽ കാണുവാനായിട്ട് അമേരിക്കയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ടൈംസ് സ്ക്വയറിൽ കനത്ത സുരക്ഷയാണ്. പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് നിലനിൽക്കുന്നതിനിടയിൽ അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സുരക്ഷയിൽ കൂടിയാണ് ഇനിയുള്ള അടുത്ത 24 മണിക്കൂർ പോകുന്നത്. പ്രാദേശിക സമയം ന്യൂജേഴ്സിയിൽ 3 മണിക്കായിരിക്കും ഈ മത്സരം ആരംഭിക്കുക. ഏകദേശം 2 മണിക്കൂറോളം നീളും. കൃത്യമായിട്ട് എക്സ്ട്രാ ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ ഫിഫയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ ഏറ്റവും വലിയ ഹാഫ് ടൈം ഷോ മഡോണ, ഷക്കീറ ഒക്കെ അണിനിരക്കുന്ന ഒരു ഷോ ആയിരിക്കും. ഏതാണ്ട് $100 മില്യൺ ഇതിലൂടെ റേസ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഫിഫയുടെ ഒരു സാമ്പത്തിക പഠന പാക്കേജിന് വേണ്ടിയായിരിക്കും ഈ പണം ഉപയോഗിക്കുക. ടോം ക്രൂസ് ഉൾപ്പെടെയുള്ള ഹോളിവുഡ് താരങ്ങളും നാളത്തെ മത്സരത്തിന് സാക്ഷിയാകും. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിന്നാണ് മധു കൊട്ടാരക്കര തത്സമയം ചേർന്ന് അവിടെ കളിയുടെ ആവേശം എല്ലാ സീമകളും കടന്ന് അർജന്റീന ആരാധകരെ കൊണ്ട് നിറഞ്ഞു 1 ലക്ഷത്തിലധികം ആളുകൾ ടൈംസ് സ്ക്വയറിലുണ്ടെന്നാണ് മധു കൊട്ടാരക്കര ന്യൂയോർക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയൊരു ഈ ആവേശത്തിൻ്റെ തിമിർപ്പാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ നമ്മുടെ 24 മൈക്രോഫോണിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ഇതിന് ഇംഗ്ലീഷാണെന്ന് മാത്രമേ ഉള്ളൂ. മധു കൊട്ടാരക്കരയുടെ ആരാധകർ കൂടി ചിത്രങ്ങളൊക്കെ എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കളിയുടെ ആവേശം മധു കൊട്ടാരക്കരയിലും കാര്യമായിട്ടുണ്ട്. ടൈംസ് സ്ക്വയറിൽ നിന്ന്, ന്യൂയോർക്കിലെ പ്രശസ്തമായ നഗരം ടൈംസ് സ്ക്വയറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ അർജന്റീനയ്ക്കാണ് അവിടെ മുൻതൂക്കമെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.